സ്റ്റോക്ക് കണ്ടീഷനിൽ 65,000 രൂപയ്ക്ക് എടുത്തൊരു വണ്ടിയാണ് ഈ ഒരു രൂപത്തിലേക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. ഇന്ത്യയിൽ ഭയങ്കര വൃത്തിയായിട്ടാണ് സൂക്ഷിക്കുന്നത്. നോക്കിയത് ഇവിടെയൊക്കെ നോക്കിയത് നിങ്ങൾ ഒരു തരി മണ്ണ് പോലും ഇല്ല, പൊടി പോലും ഇല്ല. അത് ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് ശരിക്കും വണ്ടി, ഇതാണ് ശരിക്കും വണ്ടി കടം മേടിച്ചും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് റോളിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ പോകുന്നു. ഈ ഒരു മുതലാണ് കേട്ടോ ഈ ഒരു ടോപ്പ് ബോക്സ്. ഏകദേശം 25,000 രൂപയോളം വില വരുന്ന ഈ ഒരു ടോപ്പ് ബോക്സ് ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് ഒരു മുതലിനെ പരിചയപ്പെടുത്തി തരാം. അധികം പറഞ്ഞ് ആരെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, നമ്മുടെ സെന്നാണ്. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സെന്നെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു വികാരമാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണോ വണ്ടി കൊണ്ടു നടക്കുന്നത് അതേപോലെ തന്നെ പണിത് നീറ്റായി കൊണ്ടു നടക്കുന്ന ഒരു വണ്ടി ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോവാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഓണറിനെ സ്വാഗതം ചെയ്യാം. ബ്രോ നമസ്കാരം. നമസ്കാരം. അപ്പോൾ മുബാറക്ക് എന്നാണ് ബ്രോയുടെ പേര്. നമ്മുടെ സബ്സ്ക്രൈബർ അല്ലേ? വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ? അപ്പോൾ നമ്മളിവിടെ എറണാകുളത്ത് വന്നപ്പോൾ അപ്രതീക്ഷിതമായിട്ട് മീറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു വണ്ടി കണ്ടപ്പോൾ എന്തായാലും ഓർത്തു നമ്മുടെ ചാനലുള്ളവർക്ക് കൂടെ ഒന്ന് പരിചയപ്പെടുത്തിയേക്കുന്നത്. കാരണം അമ്മാതിരി ഒരു മുതലാണ്, പക്കാ നീറ്റായിട്ട് ഒരു തരി പൊടി പോലും പിടിപ്പിക്കാതെ കൊണ്ടു നടക്കുന്ന സാധനമാണ് അല്ലേ. അടിപൊളി ബ്രോ. തുടക്കം തന്നെ സംഭവം അടിപൊളിയായിട്ടുണ്ട്. വണ്ടി നോക്കുവാണെങ്കിൽ ഇങ്ങനെ നോക്കണം, അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഈ ഒരു വണ്ടി ഫുൾ വിശേഷങ്ങൾ എങ്ങനെ കിട്ടിയതാണ്, എത്ര നാളെ നമ്മൾ ഈ വണ്ടി സ്വന്തമാക്കിയിട്ട്? നമ്മളിപ്പോ ഒരു 1.5-2 വർഷത്തിനുള്ളിലായി. 2 വർഷം ആയിട്ടില്ല, അതിനുള്ളിലായിട്ടുണ്ട്. അപ്പോൾ 2 വർഷത്തിന് മുന്നേ എടുത്ത വണ്ടി എങ്ങനെ കിട്ടിയ കയ്യിലോട്ട്? കുറെ ഓയിൽസ് വഴി നോക്കി, അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ 2-3 വണ്ടികൾ കുറെ കണ്ട്, പിന്നെ ട്രൂ വാല്യൂവിൽ പോയി, അവിടെയും പോയിട്ടൊന്നും കിട്ടാണ്ടൊക്കെ സെന്ന് തന്നെ വേണമെന്നായിരുന്നു. ആദ്യമേ ആൾട്ടോ ആയിരുന്നു, പിന്നെ സെന്ന് 1000 cc ആണ്. പിന്നെ എല്ലാം ആൾക്കാരെ നോക്കൂന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ട് പിന്നെ ഇതിലേട്ട് ആയതാണ്. അപ്പൊ ഈ ഒരു വണ്ടി കിട്ടിയപ്പോ പക്കാ സ്റ്റോക്ക് ആയിരുന്നു അല്ലേ? സ്റ്റോക്ക് ആയിരുന്നു. അതായത് എനിക്ക് എങ്ങനെയാണ് സെന്ന് കിട്ടിയത് ആ ഒരു പരുവത്തിൽ തന്നെയാണ് കിട്ടിയത്. പക്കാ സ്റ്റോക്ക് ആണ്. അപ്പൊ എന്തൊക്കെയാണ് ഇതിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ? നമുക്ക് പെയിന്റ് ചെയ്തിട്ടുണ്ടോ വണ്ടി? പെയിന്റ് ഫുള്ള് ചെയ്തിട്ടില്ല. സ്റ്റോക്ക് കിട്ടിയപ്പോ തന്നെ ഈ പെയിന്റ് കണ്ടീഷൻ ആയിരുന്നു. പിന്നെ ടച്ച് ആൻഡ് പോളിഷ് ചെയ്ത് നീറ്റാക്കി എല്ലാം, ഡെന്റൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊണ്ടുപോയി. എത്ര രൂപയുടെ ഒരു പെയിന്റിംഗ് ആയിട്ട് നമുക്ക്? ഒരു 5,000-6,000 രൂപ നമുക്ക് പെയിന്റിംഗ് ഒതുങ്ങി. അപ്പൊ വണ്ടി ഈ ലെവലായി മാറി അല്ലെ. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്നുള്ളത് എനിക്ക് പറയാനുള്ളത് ഈ ഒരു മുതലാണ് കേട്ടോ. ഈ ഒരു ടോപ്പ് ബോക്സ് ഏകദേശം 25,000 രൂപയോളം വില വരുന്ന ഈ ഒരു ടോപ്പ് ബോക്സ് ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ എൻ്റെ അതുള്ള ഈ ഇട്ടിരിക്കുന്ന വീൽസ്, ഇത് 15 ഇഞ്ചിന്റെ ഒപ്ട്രാഡ അലോയ് വീൽസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് എത്ര രൂപ ചെലവ്? അലോയ് വീൽ എല്ലാം കൂടെ അലോയ് വീല് 15 മാത്രം. അപ്പൊ നമ്മുടെ വണ്ടിയിലേക്ക് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ആന്റിന വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ആന്റിനയാണ്. അപ്പോൾ വിചാരിക്കും പുള്ളിക്കാരന് ഭയങ്കര റിച്ച് ആയിരിക്കും. ബ്രോ എന്താ ജോലി? എന്താ ജോലി? സൺ ഫിലിമിന്റെ വർക്കാണ്. ഫിലിം ഒട്ടിക്കുന്ന ഫിലിമിന്റെ പരിപാടിയാണ്. അപ്പോൾ 500-700 രൂപയൊക്കെ ഉള്ളു മാക്സിമം. പക്ഷെ എന്നാലും ഇത് ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് ശരിക്കും വണ്ടി, ഇതാണ് ശരിക്കും വണ്ടി. കടം മേടിച്ചും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് റോളിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ പോകുന്നു. നമ്മൾ പുറമേക്ക് വരുമ്പോഴത്തേക്കും ഒരു ഭയങ്കര ക്ലീൻ സ്പെക്കിൽ പണിതിരിക്കുന്ന ഒരു വണ്ടിയാണ്. അതായത് ഇപ്പം പറയാനാണെങ്കിൽ നമ്മുടെ ഈ ഒരു ടോപ്പ് ബോക്സും വീലും മാത്രമേ ഉള്ളൂ നമുക്ക് എക്സ്ട്രാ ആയിട്ട് പറയാനായിട്ട് അല്ലേ. പിന്നെ നമുക്ക് ആന്റിനെയും എക്സ്ട്രാ ബാക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അപ്പം പ്രധാനമായിട്ടും പിന്നെ പറയേണ്ട കാര്യം ഇതിന്റെ ഇന്റീരിയർ ആണ്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത് ഇതിന്റെ ഇന്റീരിയർ ആണ് കേട്ടോ. ഇന്റീരിയർ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ. അപ്പോൾ നമ്മുടെ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ഇന്റീരിയർ ഭയങ്കര വൃത്തിയായിട്ടാണ് സൂക്ഷിക്കുന്നത്. നോക്കിയത് ഇവിടെയൊക്കെ നോക്കിയത് നിങ്ങൾ ഒരു തരി മണ്ണ് പോലും ഇല്ല, പൊടി പോലും ഇല്ല. അത്രയ്ക്ക് നല്ല വൃത്തിയായിട്ടാണ് നമ്മുടെ മുബാറക് ബ്രോ നമ്മുടെ വണ്ടി നോക്കുന്നത്. അപ്പം നമ്മളിങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ അടുത്തേക്കും കാണാൻ സാധിക്കും നമ്മുടെ RPM മീറ്ററുകൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ RPM മീറ്റർ അവിടെ ചെയ്തിട്ടുണ്ട്. ടോട്ടലി 4 RPM മീറ്റർ അല്ലേ? അതായത് 2 RPM, ഒരു ബാറ്ററി, ഓയിൽ പ്രഷർ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇങ്ങോട്ട് ഡോറിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ സ്പീക്കറും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. കോമൺ സ്പീക്കറാണ് ആഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇവിടെ ആയിട്ട് മൊമോയുടെ സ്റ്റിയറിംഗും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. അതേപോലെ സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ടല്ലേ? സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആംറസ്റ്റും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. അതേപോലെ ഗിയർ നോബ് മാറിയിട്ടുണ്ട്. ആൻഡ്രോയിഡ് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പാർക്കിംഗ് സെൻസറും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ ബാക്കിൽ നമുക്ക് സബും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സബ് നമ്മൾ സെപ്പറേറ്റ് ആമ്പ് വിളിച്ച് ചെയ്താണോ? ഇതിൽ തന്നെ ഓൾറെഡി ആമ്പ് ഉണ്ടായിരുന്നു. ഓക്കെ. അതിൽ ആമ്പും കാര്യങ്ങളൊക്കെ കണ്ടോ. നമ്മളെ അടിപൊളിയായിട്ട് നമ്മുടെ ഒരു സബ് ചെയ്തിട്ടുണ്ട്. അതിന് പൈനികന്റെ സ്പീക്കേഴ്സ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു വണ്ടി ഫുൾ ഓപ്ഷൻ ആയിരുന്നു അല്ലേ? VXA ആണ്. VXA ആയതുകൊണ്ട് തന്നെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അപ്പോൾ ഒരു
സ്റ്റോക്ക് കണ്ടീഷനിൽ 65,000 രൂപയ്ക്ക് എടുത്തൊരു വണ്ടിയാണ് ഈ ഒരു രൂപത്തിലേക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. വണ്ടി ഭ്രാന്ത് എന്നുള്ളത് ശരിക്കും അതൊരു ഭ്രാന്ത് തന്നെയാണ്. അതെ തന്നെ. ഇപ്പൊ എത്ര ലക്ഷം രൂപ ഇപ്പം അതായത് 65,000 രൂപ എടുത്തു പിന്നെ ഒരു 2 ലക്ഷത്തിനുള്ളിൽ ചെലവായിട്ടുണ്ട്. എത്ര നാളുണ്ട്? അതായത് 2 വർഷത്തിനുള്ളിലാണ് നമ്മൾ ഇത്ര എമൗണ്ട് മുടക്കി എടുത്തിട്ട് 1.5 വർഷം നമ്മൾ എടുത്ത ഉടനെ തന്നെ പണി തുടങ്ങി. ഓരോരോ കാര്യങ്ങൾ ചെയ്ത് അപ്പോഴേ ഇതിന്റെ അകത്ത് നമുക്ക് ഈ ബോണറ്റ് ഒന്ന് പൊക്കി അങ്ങ് വിടാം. അതിന്റെ അകത്തൊരു സംഭവം ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആഹാ അടിപൊളി. നോക്കിക്കേ, ഇത് നോക്കിക്കേ, എന്റെ എഞ്ചിൻ റൂമൊക്കെ പക്കാ നീറ്റ് കേട്ടോ. ശരിക്കും എന്നെക്കാട്ടി നീ വൃത്തിയുണ്ട് കേട്ടോ. ഞാൻ എഞ്ചിൻ റൂമിന്റെ അകം നോക്കാറില്ല. ഞാൻ എപ്പോഴും വണ്ടി വാഷ് ചെയ്യുമ്പോ ഇതും കൂടി വാഷ് ചെയ്യും. വീട്ടിൽ തന്നെ മാത്രം ഒന്ന് നമ്മൾ കവർ ചെയ്ത് യൂസ് ചെയ്യും. ഇത് പിന്നെ മറ്റേ ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലിയർ ആക്കിയിട്ടാണല്ലേ ഇത്. ഓക്കെ, നമ്മൾ എ സിയുടെ കാര്യമൊക്കെ എങ്ങനെ? എ സി ഒക്കെ ചെയ്തപ്പോഴത്തേക്കും അത് ചോദിച്ചു തന്നെ എങ്ങനെ പോലെ ഒരു 19,000 രൂപ ഞാൻ അതിലിട്ട് മുടക്കിയിട്ടുണ്ട്. പല പല ഘട്ടം ആദ്യം 8,000 രൂപ, അതിന് കുറെ നാൾ യൂസ് ചെയ്ത് പിന്നെ അടുത്ത പോകുമ്പോ പിന്നെ ഗ്യാസ് റീഫിൽ ചെയ്യണമെങ്കിൽ തന്നെ 10,500 രൂപ ആവും. കണ്ടൻസറൊക്കെ ഒന്ന് പുതിയതാ കയറ്റിയത്, എല്ലാം പുതിയതാണ്. അത്യാവശ്യം നല്ല നീറ്റ് ആണ്, ഇതും പുതിയാണ്. ഡ്രയറും കാര്യങ്ങളും എല്ലാം പുതിയതാ വെച്ചിരിക്കുന്നത്. എടുത്ത് ചെയ്തതാണ്. ഓക്കെ, നോക്കി എഞ്ചിൻ റൂമൊക്കെ എന്നാ നീറ്റാന്ന് നോക്കിയാൽ ഒന്നും പറയാനില്ല, അടിപൊളി. ശരിക്കും എന്നെക്കാട്ടി കൂടുതൽ വണ്ടി നോക്കുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു കേട്ടോ മുബാറക് ബ്രോ. കാരണം ഞാൻ എഞ്ചിൻ റൂമും കാര്യങ്ങളൊന്നും അങ്ങനെ നോക്കാത്തൊരു വ്യക്തിയാണ്. പക്ഷെ ഇനിയിപ്പോ നോക്കണമെന്ന് തോന്നുന്നു ഇത് കണ്ടപ്പോഴത്തേക്ക്. ഓക്കെ, ഇനി എന്താണ് അടുത്ത ഈ ഒരു വണ്ടിയിൽ ഇനി അടുത്ത ചെയ്യാനായിട്ട് എന്തോ ഉള്ളത്? ആഗ്രഹമുള്ളത് മെയിൻ ആയിട്ട് സീറ്റാണ്. ബക്കറ്റ് സീറ്റ് ആക്കണം, നമ്മുടെ ആറ്റത്തിന്റെ പോലത്തെ. അതേപോലെ ബക്കറ്റ് സീറ്റ് ആക്കണം. പിന്നെ ഇന്നപോലെ എക്സോസ്റ്റും ചെയ്യണം. ടെയിൽ ലാമ്പ് ബൈ ചാൻസ് ഇരിക്കും ഇങ്ങനെ മനസ്സിൽ, ചെയ്യണോ വേണ്ടെന്നുള്ള. അപ്പൊ ഏകദേശം ഒരു 8,000 രൂപയൊക്കെ ചെലവ് വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ടെയിൽ ലാമ്പ് ചെയ്യുന്നത്. ടെയിൽ ലാമ്പ് കാരണം അതേപോലെ തന്നെ എയർ സസ്പെൻഷൻ ആക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, നമ്മൾ ലോറി ചെയ്തിട്ടുണ്ടല്ലേ? വണ്ടി കഴിഞ്ഞ ദിവസമാണ് പുള്ളി ലോറി ചെയ്ത്, ഒരു പൊടിക്ക് ലോറി ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ, എന്റെ റൈഡിംഗ് കംഫർട്ടും കാര്യങ്ങളും ഫ്രണ്ടിൽ ഒരു 1.5 ഇഞ്ചത്തോളം ഡൗൺ ആയിട്ട് എങ്ങനെ ഉണ്ടാവും? ഒരു സ്പ്രിംഗ് ഇട്ട് കംഫർട്ട് ഉണ്ടോ വണ്ടിക്ക്? സ്റ്റോക്ക് സ്പ്രിംഗിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കംഫർട്ട് ഒക്കെ ഉണ്ട്. അതെ, കുഴപ്പമൊന്നുമില്ല. ജെർക്കിങ് കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ വണ്ടി ഫുൾ ഓപ്ഷൻ ആണ്. അതായത് പവർ സ്റ്റിയറിംഗ് ഉണ്ട്, പവർ വിൻഡോ ഉണ്ട്, അതുപോലെ VX ഡിഫോഗർ ഗ്ലാസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. 65,000 രൂപയ്ക്ക് എടുത്ത് അല്ലേ? അത്യാവശ്യം നല്ല ലാഭത്തിൽ തന്നെ വണ്ടി കിട്ടി. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു വണ്ടി ഒരാൾ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? കൊടുക്കുമോ? ഇല്ല, കൊടുക്കത്തില്ല. ഇത് വെച്ചിട്ട് എന്തെങ്കിലും വണ്ടി എടുക്കത്തേ ഉള്ളൂ. അതെ, ഞാനിപ്പോ ചെയ്ത പോലെ. അപ്പോ ശരിക്കും പറഞ്ഞാല് ഞാൻ അധികം, അതായത് നമ്മുടെ വണ്ടി പണിതിട്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ അധികം കയ്യിൽ കിട്ടിയിട്ടില്ല ഇതുപോലെ പണിത് ഒരാൾ. അതുകൊണ്ടാണ് നേരെ കണ്ടപ്പോൾ തന്നെ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചേക്കാന്ന് ഓർത്ത്. നമ്മുടെ വണ്ടിയുടെ പേര് ലോവേഡ് ലൈഫ് സ്റ്റൈൽ എന്നാണ്. സ്ഥലം എവിടെയാണ്? വൈക്കമാണ്. വൈക്കംകാരൻ, നമ്മൾ ആലപ്പുഴക്കാരൻ. അതെ, ഞാൻ ആലപ്പുഴയാണ്. ആലപ്പുഴ ഇൻസ്റ്റൈഡി ഉണ്ട്. എന്തോ ഇൻസ്റ്റൈഡിൽ പേരെന്തുവാ? മാക്സ് ത്രോട്ടിൽ 46 എന്നാണ്. ബൈക്കിൽ നിന്നാണ് ഞാൻ ഈ അക്കൗണ്ട് തുടങ്ങിയത്. അപ്പൊ ആ അക്കൗണ്ട് തന്നെ ആയിട്ട് ഇപ്പൊ രണ്ടുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങ് പോവാണ്. വണ്ടിയുടെ വീഡിയോസ് ഇടുന്നുണ്ട്. ഞാനിപ്പോ ഈ വണ്ടി ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഇൻസ്റ്റയിൽ, കണ്ടു കാണാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മോർബ്രോ നന്ദിയുണ്ട്. നമ്മളെ വന്ന് കണ്ടുടനെ തന്നെ തിരിച്ചറിഞ്ഞു, വന്ന് സംസാരിച്ചു. അപ്പം വണ്ടി ഇതേപോലെ നോക്കുക. ഇനിയിപ്പം എത്ര നാൾ നമ്മൾ ഇനി കാണുമ്പോഴത്തേക്കും ഇതേപോലെ ഇരിക്കണം വണ്ടി കേട്ടോ, നീറ്റായിട്ട് സൂക്ഷിക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു ചെറുക്കനെന്ന് നിങ്ങൾ എല്ലാവരും കമന്റിലൂടെ അറിയിക്കുക. അപ്പോൾ എനിക്ക് എന്തായാലും ടോട്ടലി ഇഷ്ടപ്പെട്ടു. അടിപൊളി വണ്ടി, ഞാൻ അടിപൊളി വണ്ടി, ഒന്നും പറയാനില്ല. അപ്പോൾ അടുത്തൊരു ഇതേപോലത്തെ ഒരു കിഡിലൻ വണ്ടിയായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.